രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അതിന്റെ ആദ്യത്തെ ഇര എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു. എൽദോസ് കുന്നപ്പള്ളി, അയ്യോ തീർച്ചയായും എൽദോസ് കുന്നപ്പള്ളിയാണ് സ്വകാര്യ ബില്ലായി കൊണ്ടുവന്നത്. ഇനി ഒരു കൗതുകം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്, ഈ ബില്ലിനെ എതിർത്ത ആൾ ആദ്യം ഇന്നല്ല കേട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്നോട് പറഞ്ഞത്. അതായത് ശ്രീ VD സതീശൻ, അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹം കുറച്ചുകൂടെ ലിബറൽ, എന്താ പറയുക, അങ്ങനെ ഒരു അദ്ദേഹത്തിന് പുരോഗമനവാദിയാണ്, അങ്ങനെ പറയാം, അങ്ങനെ പുരോഗമനവാദിയാണ്. അപ്പൊ അദ്ദേഹം ഇതിനെ അത്ര ആദ്യമേ അനുകൂലിച്ചിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ VD സതീശനെ വിളിച്ച് ഈ ബില്ല് എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിച്ചാൽ ഞാൻ അതിനെ എതിർത്ത് വോട്ട് ചെയ്യും, അത് വിവാദമാകുമെന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് തടഞ്ഞത്. ഇത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ. എനിക്കതിന് വിരോധമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ ഒറ്റ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ ഒരു സൗഹൃദവും ഇല്ല, ഞങ്ങൾക്ക് തമ്മിൽ വേറെ ഒരു ബന്ധവുമില്ല. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായി അയാളെയും അല്ല ആരെയും വേട്ടയാടരുത്. അരുൺജി ചോദിച്ച ചോദ്യം ഞാൻ മിസ് ചെയ്തു, ക്ഷമിക്കണം. ഇല്ല, പ്രൈവറ്റ് ബില്ല് എന്ത് ഇല്ല, രാജ്യസഭയിലും പ്രൈവറ്റ് ബില്ലായിട്ട് അവതരിപ്പിച്ചത് പ്രൈവറ്റ് ബില്ല അല്ല, വോട്ടിംഗ് വേണ്ട, പക്ഷേ അതിനെ എതിർത്ത് പരസ്യമായി എതിർക്കുമെന്ന്. ഇപ്പം പ്രൈവറ്റ് ബില്ലായിട്ടല്ലേ ശശി തരൂർ സാർ മാരിറ്റൽ റേപ്പ് ബില്ല് അവതരിപ്പിച്ചത്. എന്തൊരു ഗതികേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇപ്പൊ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തില്ല. ഒരു ഭാര്യ 10 വർഷം മുമ്പ് ഭർത്താവിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 7 or 10 വർഷം ജയിൽ കിട്ടും. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നുണ്ടോ? കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, കോടതിയിൽ വൈഫിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും ഒരു 15 വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്ന് പറയാൻ. 15 വർഷം മുമ്പ് ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവിനെ 10 വർഷം ജയിലിൽ അടയ്ക്കുന്ന ദുരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതും പ്രൈവറ്റ് ബില്ലാണ്. നമ്മളല്ല, രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ ഒരു പ്രൈവറ്റ് ബില്ലായിട്ട് പുരുഷ കമ്മീഷൻ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം കൊണ്ടുവന്ന നമ്മൾ കേരളത്തിലാണ്. പക്ഷേ മീഡിയക്കാരെ പേടിച്ചാണ്. ഞാൻ യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പം കമ്മീഷനുകൾക്ക് അതിൻ്റെതായ പവർ ഉണ്ട്, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ. ഞാൻ അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് 1.5-2 വർഷം പ്രവർത്തിച്ചതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ ബില്ല് വേണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ മീഡിയക്കാർക്കടക്കം ഏതെങ്കിലും സ്ത്രീ കൊണ്ട് സൈബർ അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് വേഗമായി ഒരു വകുപ്പ് കൊടുത്താൽ നിങ്ങളും അറസ്റ്റ്, നിങ്ങൾ ബെയില്, ഈ രീതിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ രണ്ടും പ്രസ് നോട്ട് ആദ്യം ഇവിടെ കൊടുത്തിട്ടേ പത്രക്കാർക്ക് കൊടുക്കാവൂ എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അതുകൊണ്ട് ഇത് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഈ ബില്ലുണ്ട്, അകത്ത് കയറി കൊടുക്കുകയാണ്. നിങ്ങൾ പിന്തുണയ്ക്കണം. ഇത് നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. താങ്ക് യു. 11:30 പ്രസ് മീറ്റിൽ കാണാം. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പ്രസ് ക്ലബിലേക്ക് പോവാം. താങ്ക് യു.